വിഷ്ണു സുരേഷ് കൂടി ചേരുന്നു. വിഷ്ണു, ഈ റിപ്പോർട്ട് SIT നാളെയാണ് ഹൈക്കോടതിയിൽ സമർപ്പിക്കാൻ പോവുക. നമുക്കറിയില്ല, കാര്യം തുടക്കം മുതൽ തന്നെ ഇതിൽ മാധ്യമ പ്രവർത്തകർ ഒരു ഘട്ടം കഴിയുമ്പോൾ മാധ്യമങ്ങൾക്ക് അടച്ചിട്ട കോടതി മുറികളിലേക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല. ഒരു ഘട്ടത്തിൽ സർക്കാർ അഭിഭാഷകനോട് പോലും പുറത്തു നിൽക്കുമെന്ന് പറയുന്നത് കണ്ടു. അതുകൊണ്ട് ഇതിൽ ഒരുപാട് നമുക്കറിയാത്ത ഒരുപാട് വിവരങ്ങൾ ഇപ്പോഴും ഉണ്ട്. പക്ഷെ നാളെ SIT റിപ്പോർട്ട് സമർപ്പിക്കാൻ പോകുന്നു. ആ റിപ്പോർട്ട് നിർണായകമാണ്. വിഷ്ണു, ഹാഷ്മി, 4ാമത്തെ റിപ്പോർട്ടാണ് സമർപ്പിക്കുന്നത്. അതിൽ 3 റിപ്പോർട്ടുകളിൽ എന്താണ് പറഞ്ഞിട്ടുള്ളതെന്ന കാര്യം നമുക്കറിയില്ല. അതിൽ നിന്ന് ഉത്തരവ് വരുമ്പോൾ മാത്രമാണ് എന്താണ് ഈ വിഷയത്തിൽ കോടതി സ്വീകരിച്ചിരിക്കുന്ന ഒരു നിലപാട് നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. നാളെയും അങ്ങനെ തന്നെയായിരിക്കും. അടച്ചിട്ട് കോടതി മുറിയിലായിരിക്കും നടപടി ഉണ്ടാകുക. അതിനുശേഷം ഈ റിപ്പോർട്ട് മേൽ കോടതി ഒരു തീരുമാനമെടുത്ത് അതിലൊരു ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കുമ്പോഴായിരിക്കും എന്താണ് അടുത്ത സ്റ്റെപ്പ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. കഴിഞ്ഞ ആഴ്ച ഹർജി പരിഗണിച്ച ഘട്ടത്തിൽ 6 ആഴ്ച കൂടി നീട്ടി നൽകിയിട്ടുണ്ട്. അതൊരു അഡ്വാൻറ്റേജായി എടുത്താണ് ഇപ്പോൾ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഈ പരിശോധനാ ഫലം, ശാസ്ത്രീയ പരിശോധനാ ഫലം ഏറെ നിർണായകമാണെന്ന് കഴിഞ്ഞ തവണ ഹർജി പരിഗണിച്ച ഘട്ടത്തിൽ SIT കോടതിയെ അറിയിച്ചിരുന്നു. അതിന്റെ പരിശോധനാ ഫലം ഇന്ന് ഈ ദിവസം നാളെയോടുകൂടി കോടതിയിലേക്ക് എത്തുമെന്നും അറിയിച്ചിരുന്നു. അതുകൊണ്ട് അതിൽ കോടതി നടത്താൻ പോകുന്ന നിരീക്ഷണങ്ങൾ അത് ഏറെ ശ്രദ്ധേയമായിരിക്കും. കൂടുതൽ പേരെ പ്രതി ചേർക്കാനുള്ള സാധ്യതയോ അതല്ല എങ്കിൽ മറ്റ് അന്വേഷണത്തിന്റെ മറ്റ് മേഖലകളിലേക്ക് കടക്കാനുള്ള സാധ്യതയൊക്കെ ഉണ്ടാകും. കഴിഞ്ഞ ഉത്തരവിലാണ് ഈ അന്വേഷണം 4 ഘട്ടമായി നടത്തണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചത്. അതിൽ ഏറ്റവും അവസാനത്തെ ഘട്ടം 2025 ദ്വാരപാലക ശില്പങ്ങൾ കൊടുത്തുവിട്ടതാണ്. ആ അന്വേഷണ പുരോഗതിയും നിലവിൽ SIT കോടതിയെ അറിയിക്കും. അങ്ങനെ നാളെ ഏറെ നിർണായകമാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരു 10ാമത്തെ ഇടക്കാല ഉത്തരവ് നമ്മൾ പ്രതീക്ഷിക്കുന്നു. ആ ഇടക്കാല ഉത്തരവിൽ ഈ സ്വർണ്ണക്കൊള്ളയുടെ മുന്നോട്ടുള്ള നീക്കങ്ങളും ഉണ്ടാകുമെന്നാണ് നമ്മൾ കരുതുന്നത്. ഹാഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.